എന്താണ് മേനെ പ്യാർ കിയ പറഞ്ഞു വെക്കുന്നത്? മേനെ പ്യാർ കിയ കഴിഞ്ഞ എൻ്റെ പടത്തിനേക്കാൾ ടോട്ടലി ഒരു ഡിഫറെന്റ്. ഇത് ഞാൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയി ചെയ്തൊരു പടമാണ്. ഫുൾ ഇവരെ കണ്ടറിയാം, നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കുറേ ദിവസം ഷൂട്ടുണ്ടായിരുന്നു. രാത്രിയും പകലും ഒക്കെ മധുരയിലും ഇവിടെയൊക്കെ ആയിട്ട് ഷൂട്ടുണ്ടായിരുന്നു. നല്ല ആഘോഷിച്ച് ചെയ്തൊരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ ഭയങ്കര അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു പാർട്ടായിട്ട് നിൽക്കുക, അവൻ്റെ പടത്തിൽ കൂടെ ചേരുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അത് ഞാൻ നല്ല ആഘോഷിച്ച് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. നല്ല ആഘോഷിച്ച് ചെയ്തു. ആഘോഷത്തിന്റെ ആൾ അടുത്തു ഇരിക്കുന്നു. ആവേശത്തിന്റെ ആഘോഷമായിട്ട് അടുത്തു ഇരിപ്പുണ്ട്. എല്ലാം പ്രാസോപ്പിച്ച് നമ്മൾ പോകാൻ പോണത് അല്ലേ? എങ്ങനെയുണ്ട്? ഇങ്ങനെ നല്ലൊരു കാര്യം വെട്ടിത്തുറന്ന് പറയണം. ഈ പടവും ആവേശമാവട്ടെ, ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം അങ്ങനത്തെ ആളുകളാണല്ലോ അല്ലേ? അസ്കർ ഇവരൊക്കെ ആയിട്ട് ആദ്യമായിട്ടല്ലോ നിൽക്കണേ അല്ലേ? പക്ഷെ ഒറ്റയടിക്ക് ഞാൻ ഇവന്മാരെ എന്റെ ഗ്രൂപ്പിൽ എടുത്തു. ഫുൾ പൊളിയായിരുന്നു പിന്നെ കുറെ ദിവസം. അതല്ലേ, എനിക്ക് തോന്നുന്നു കുറെ സിനിമകൾ ഇങ്ങനെ വന്നു പോകുന്നു. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം നന്നായിട്ട് ഓടുന്നു. അതിൽ കാണുന്ന ഈ പ്രണയത്തെക്കുറിച്ച് അസ്കർ പറയുന്നു. തുടക്കത്തിൽ പറയുന്നു, എൻഡിൽ പറയുന്നു, പ്രണയിക്കാൻ ചങ്കൂറ്റം വേണം, അല്ലാത്തവരും പ്രണയിക്കരുത്. പ്രണയിക്കാൻ ഒരു മോട്ടിവേഷനും കൊടുക്കുന്നുണ്ട്. അസ്കറിന്റെ ജീവിതത്തിലെ പ്രണയം എങ്ങനെയായിരുന്നു? അത് വല്ലാത്തൊരു ഉത്തരം കൊണ്ട് നിർത്തിയത്. ഇവർക്ക് ഞാൻ നല്ല മോട്ടിവേറ്റ് ചെയ്തു പറയാൻ നിൽക്കുമായിരുന്നു. അല്ല, എന്റെ ജീവിതത്തിലെ പ്രണയങ്ങളും നല്ല രസമുള്ള പ്രണയങ്ങളായിരുന്നു. ഈ സിനിമയിൽ ആ ഡയലോഗ് പറയുമ്പോ കേൾക്കുമ്പോ ഞാൻ മറ്റേ കൂട്ടത്തില് നല്ല ചേട്ടൻ കളിച്ച് കിടന്ന് ഉപദേശിച്ച് ചീത്തയാക്കി നന്നാക്കിയും വിടുന്നൊരു ക്യാരക്ടറാണ്. നിക്സൺ ചേട്ടൻ. അടിപൊളി ഒരു സാധനം. അല്ല, പ്രണയം എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ പ്രണയം വേണ്ടേ? പ്രണയം എന്തൊരു യാത്ര അല്ലേ? ആ പ്രണയം ഇപ്പോഴും ഉണ്ടോ അതോ പ്രണയങ്ങൾ മാറി മറിഞ്ഞു അങ്ങനെ പോകുന്നു? അല്ല, അങ്ങനെ തന്നെ പോട്ടെ അല്ലേ? വീട്ടുകാരെ ഓക്കെ അല്ലേ? ഓക്കെ, അടിപൊളി. കാലം ആരാണ് തല്ലി പിടിച്ചതെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കില്ല. ഇത് ഞാൻ തന്നെ കളിച്ചപ്പോ വീണതാ, ക്യാച്ച് എടുക്കാൻ പോയിട്ട്. അതെയോ? ഇപ്പോഴും കളിച്ച് നടക്കുക. സിനിമയിലും ഇതുപോലെ ഞാൻ ഫുട്ബോളും ക്രിക്കറ്റുമായിട്ടൊക്കെ നടക്കുന്ന ഒരു ക്യാപ്റ്റൻ, നമ്മുടെ മാനേജറാ. ശരിക്കും ഞങ്ങളുടെ നാട്ടിലും അതുപോലെയാണ് ഞാൻ. അതിന്റെയാണ് ടോണി എന്നാണ് എന്റെ ക്യാരക്ടറുടെ പേര്. ഇവരുടെയൊക്കെ കോച്ചുമായിട്ടും ക്യാപ്റ്റനായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വെട്ടിയാറിനെ സംബന്ധിച്ചും, വെട്ടിയാറിനെ ഇപ്പോൾ കാണുന്ന പ്രൊമോഷൻ വീഡിയോയിലെ ഏറ്റവും വലിയ ഒരു സിനിമ അറിയാൻ വെട്ടിയാർ വേണമെന്നാണ് ആർട്ടിസ്റ്റുകൾ പറയുന്നത്. എനിക്ക് ഈ സിനിമയുടെ കാര്യമാണ്, ഈ സിനിമയ്ക്ക് വേറെ ആരും പറഞ്ഞാൽ വെട്ടിയാർ മാത്രം മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടോ. പിന്നെ കണ്ടന്റുകൾ അങ്ങ് തരുമല്ലേ? അതെ, നമുക്ക് എൻ്റെ ഇന്റർവ്യൂവിൽ ഒരു 5 മിനിറ്റ് ഇവിടെ വന്നൊരു കണ്ടന്റ് നമുക്ക് തരേണ്ടി വരും. അത് എന്തായാലും വെട്ടിയാറിന്റെ സ്റ്റൈലിൽ ഒരു കണ്ടന്റും കൂടി തരേണ്ടി വരും, അത് ഉറപ്പാണ്. പക്ഷെ ഒരേ സിനിമ കഴിഞ്ഞും പല പല സിനിമയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ സ്വപ്നം എന്ന അപ്പുറത്തേക്ക് വീഡിയോസ് ചെയ്ത് തന്നെയാണ് അമ്മയും മോനും എന്ന ഇതിലേക്ക് തന്നെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം എന്തായാലും സംഭവിച്ചത്? സിനിമയിൽ മാറ്റമായിട്ട് ഞാൻ ഓൾറെഡി സിനിമ ഇത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഈ TV കണ്ടവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നു, പരിചയപ്പെടാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു. അങ്ങനെ നമ്മുടെ സ്വപ്നത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യണോ എന്നാണ് എൻ്റെ ആഗ്രഹം. സ്ക്രിപ്റ്റ് എഴുതി അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. അല്ല, ആ ആഗ്രഹം എന്നല്ല, പക്ഷെ ആ ആഗ്രഹം ഫലം കാണണം. അപ്പൊ കൂടെ വന്നവരൊന്നും മറക്കരുത് കേട്ടോ. ഇവർക്ക് എനിക്ക് കൊണ്ട് എത്തിക്കാനേ പറ്റും. ചേട്ടനെ വിളിക്കണമെന്ന് നൈസായിട്ട് ചേട്ടൻ ആക്ടിങ് തുടങ്ങിയിട്ടുണ്ട്. 2-3-4 സിനിമയെ കണ്ടു, ഒരുമിച്ച് ഒരു സിനിമയിലും ഒരുമിച്ചുണ്ടല്ലോ. പക്ഷെ അതൊരു നല്ലതാണ്. ആ ഒരു തീരുമാനം എല്ലാവരും സ്വപ്നമാണല്ലോ, അതൊക്കെ സ്വപ്നങ്ങളാണ്, ഫലം കാണുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടിയെന്നാണ് എനിക്ക് തോന്നിയത്. അതല്ലേ, ഇനിയിപ്പം പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ ആർട്ടിസ്റ്റുകളെ കാണാനും ഡയറക്ടേഴ്സിനെയൊക്കെ നമ്മളിങ്ങനെ സിനിമ കണ്ട് ആരാധിച്ചതിനെ കാണാനൊക്കെ പറ്റും. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അസ്കർ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? അടിപൊളിയായിരുന്നു. അസ്കറും നമുക്കറിയാലോ, രണ്ട് രീതിയിലുള്ള യാത്രയാണ്. പക്ഷെ ഇവരുടെ ചിരിയിലും ഇവരുടെ വലതുകൈയിലെ വാച്ചുകെട്ടലുമാണ് നമ്മൾ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഇതാണ് കേട്ടോ.
എനിക്ക് എപ്പോഴും അസ്കറിന്റെ ചിരി പേടിച്ചതാ പണ്ട്, പക്ഷെ പെട്ടുപോയി, പിന്നെ മാറ്റാൻ പറ്റുന്നില്ല, കിട്ടുമ്പോ ഈ സൈഡിലായി പോയി. അതെ അതെ അങ്ങനെയാണ് ഇവര്. അസ്കർ അലി എന്നൊരു വ്യക്തി നമുക്കറിയാം, ആസിഫ് അലി സിനിമയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും അസ്കർ അലി വന്നിട്ട് സിനിമ എന്നൊരു സ്വപ്നമുണ്ടെങ്കിൽ അസ്കർ അലി ആരെയും പിന്നിൽ പോകാത്തൊരു വ്യക്തിയാണ്. ഞാൻ ഇതിനു മുമ്പ് അസ്കർ അലി പറഞ്ഞിട്ടുണ്ട്. അസ്കർ അലിയുമായിട്ടുള്ളൊരു ആ ലൊക്കേഷനിലുള്ള ഒരു അനുഭവം പറയാമോ? ഞാൻ പുള്ളിക്കാരനെ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങളെല്ലാം ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു ശരിക്കും ലൊക്കേഷനിലെ. ഞങ്ങളൊന്നും രാവിലെ വരുന്നു, കാണുന്നു, എല്ലാവരോടും ഒരുമിച്ച് എവിടെയും ഇരിക്കുന്നു. അപ്പോൾ അവരുടെ സീനാന്ന് പറയുന്നത് വിളിക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, അവിടെ സംസാരിക്കുന്നു, തെറ്റി പോകുമ്പോ ട്രോളുന്നു, കളിയാക്കുന്നു, ചിരിക്കുന്നു, സപ്പോർട്ട് ചെയ്ത് നടന്നു, ഇങ്ങനെ കാണിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നടന്നത്. ഏറ്റവും ട്രോൾ ഉണ്ടാക്കുന്ന ഇദ്ദേഹമായിരിക്കുമല്ലോ. പിന്നെ ഉണ്ണിയല്ലേ ഏറ്റവും ട്രോളുകൾ ഉണ്ടാക്കുന്ന പുള്ളി ഫുള്ള് പ്രിപ്പറേഷൻ ആയിരിക്കും. സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് ഭയങ്കര പഠിത്തൊക്കെ പഠിച്ച് അവസാനം വൈദ്യുതി പറയും ഇതല്ല കംപ്ലീറ്റ് മൊത്തം പഠിച്ചോ, അതല്ല പറയേണ്ടത്, വേറെ ആള് പറയണ്ടത്. അങ്ങനെ അപ്പൊ പെട്ടും പോവും. അതാണ് അത് രാവിലെ നമ്മള് ഇംപ്രവൈസ് ചെയ്തോളാൻ പറഞ്ഞ വെട്ടിക്കളഞ്ഞിട്ട് പുള്ളി എപ്പോഴും ഇങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ഇപ്പൊ നമുക്ക് സ്പോട്ടിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഫൈസലോട് സംസാരിച്ചപ്പോ പിന്നെ ഫുൾ എനർജി ആയിരുന്നു ഡയറക്ടർ. രാവിലെ വരുമ്പോൾ തന്നെ പുള്ളി നമ്മളെ പിടിച്ച് കുളിക്കും, നമുക്ക് പൊളിക്കണം. അപ്പൊ നമ്മളൊന്ന് തണുത്താണെങ്കിൽ നമ്മൾ ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പൊളിച്ചാലേ പറ്റൂ എന്നുള്ളൊരു മൂഡിലായിരുന്നു. അങ്ങനെയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ റോളൊക്കെ ഏറ്റവും ഞാൻ ഭയങ്കര കൂളായിട്ട് അഭിനയിച്ച ഒരു ലൊക്കേഷൻ സിനിമ ഇതായിരിക്കും. ഇത് തന്നെയായിരുന്നു. ഇതായിരുന്നു. അല്ല ഈ ലൊക്കേഷനിലുള്ള ഒരു വേറെ ബന്ധം നമ്മുടെ പ്രൊഡ്യൂസറിന്റെ ഒരു കാര്യങ്ങൾ എനിക്ക് പറയാം. എൻ്റെ പേഴ്സണലി ബന്ധമുള്ള ആളാട്ടോ. സഞ്ജുവായിട്ട് ആദ്യ സിനിമ തൊട്ട് നമ്മൾ ബന്ധമുള്ളതാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അതെ അതെ. ആ ശബ്ദമില്ലാത്തൊരു ചിരിയും ആ ചിരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചിരിച്ച മുഖം ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഈ സിനിമയ്ക്ക് പുള്ളി ചെയ്ത സിനിമയിൽ ഏറ്റവും എൻജോയ് ചെയ്ത സിനിമയാണെന്ന് എന്നോട് പറഞ്ഞു, പേഴ്സണലി പറഞ്ഞു. ആ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റിയ ഒരു സിനിമയാണെന്ന് എന്നോട്. എന്നെ 2-3 പ്രാവശ്യം ലൊക്കേഷൻ വിളിച്ച് എനിക്ക് വരാൻ പറ്റില്ല. ഒരു തവണ സഞ്ജുവേട്ടൻ വരുമ്പോഴത്തേക്കും 6 മണിക്ക് 9:30 ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ സഞ്ജുവേട്ടൻ വന്നിട്ട് 6 മണിക്ക് പാക്കപ്പ് പോകാ, നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാം, ആ ഒരു മൂടാണ്. അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റേ സിനിമ ഹിറ്റ് അടിച്ചിട്ട് വേറെ ഇപ്പം എത്ര സിനിമയായി? ഇല്ല, എനിക്കിപ്പോ ഒരു കറക്കം എന്ന് പറഞ്ഞ മൂവി ഞാൻ കറങ്ങി നടക്കുവാണോ? ഇപ്പോഴും കറങ്ങി നടക്കുക. അത് കഴിഞ്ഞു. അത് ഈ കൊല്ലത്തോട് കൂടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആവേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും ഞാൻ കാലെടുത്ത് വെച്ച ഫസ്റ്റ് പടി ആവേശമാണ്. അതെപ്പോഴും ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പടത്തിലേക്ക് എൻ്റെ ഫൈസൽ ബ്രോ വിളിക്കുമ്പോൾ വളരെയധികം സന്തോഷം. എനിക്ക് ഇത്രയും ഞാൻ മുന്നേ ഇത്രയും ഫ്രണ്ട്സിൻ്റെ ഈ ഒരു എന്താ പറയുക സ്നേഹം കിട്ടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനോട് എനിക്ക് ആ ഒരു പരിപാടി സക്സസ് ആയി. ഞങ്ങള് വീഡിയോ കോളൊക്കെ ചെയ്യും. ഇവൻ വീഡിയോ കോളിന്റെ മെയിൻ ഇതാ, എവിടെ ചോദിച്ചിട്ട് നമ്മള് ഫുൾ നമുക്കൊരു ഉണർവ് വരുമല്ലോ. പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. ആരെങ്കിലും നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാവുള്ളൂ അല്ലേ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.